വൈകുന്നേരത്തെ ചായക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാനിതിവിടെ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. മാവ് ഒട്ടും കോരി ഒഴിക്കുന്ന രീതിയിലാവരുത്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഈനോ ചേർത്ത് കൊടുക്കാം. ഈനോക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം മാവൊക്കെ ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് നമുക്കിത് കുറച്ചായിട്ട് നുള്ളിയിട്ട് കൊടുത്തിട്ട് പൊരിച്ചിട്ടെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു ചെറിയ സൈസിലാണ് പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് പൊരിച്ചിട്ടെടുക്കാം. വലിയ ബോൾസായിട്ടും നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വടക്ക് നല്ല രുചിയായിരിക്കും. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണിത്. പിന്നെ അരിപ്പൊടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നത് തന്നെയാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ വെറും 10 മിനിറ്റിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.